നമസ്കാരം. നല്ല സിനിമകൾ കാണാനും സിനിമകളെക്കുറിച്ച് അറിയാനും ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പുതിയതും വ്യത്യസ്തവുമായ സിനിമകളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരിടമാണിത്. എൻ്റെ പേര് അജോമോൻ ജോർജ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 2022 ആഗസ്റ്റ് 4 സോണി ലൈവിലൂടെ പുറത്തിറങ്ങിയ ആവാസവ്യൂഹം എന്ന സിനിമയെക്കുറിച്ചാണ്. കൃഷാന്ത് ആർക്കെ സംവിധാനം ചെയ്ത ആവാസവ്യൂഹം 26ാമത് IFFKയിൽ മികച്ച സിനിമയ്ക്കുള്ള ഫിപ്രസി അവാർഡും മികച്ച സിനിമയ്ക്കും തിരക്കഥയ്ക്കുമുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും നേടിയ സിനിമയാണ്. ഈ സിനിമയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ പേരിൽ നിന്ന് തന്നെ ആരംഭിക്കണം. ആവാസവ്യൂഹം. മലയാള സിനിമകൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പേര്. മലയാള സിനിമകളുടെ പേരുകളിൽ നിന്നും ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള മലയാള സിനിമകളുടെ പേരുകളിൽ നിന്നും വളരെ വിദൂരതയിൽ നിൽക്കുന്ന ഒരു പേരാണ് ഈ സിനിമയ്ക്കുള്ളത്, ആവാസവ്യൂഹം എന്നുള്ളത്. നമ്മുടെ സംസ്ഥാന ഭാഷകളിൽ പോലും അങ്ങനെ കടന്നു വരാത്തൊരു വാക്കാണല്ലോ ആവാസവ്യൂഹം എന്നുള്ളത്. വളരെ അക്കാഡമിക് ലാംഗ്വേജിൽ മാത്രം ഉപയോഗിച്ച് വരുന്ന, വളരെ നമ്മുടെ കോമൺ ആയിട്ട് ഉപയോഗിച്ച് വരാത്തൊരു വാക്ക്. എന്നാൽ ആ ടൈറ്റിൽ കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു സുപരിചിതത്വം ഉണ്ടാവും എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. കാരണം നമ്മളെല്ലാം വസിക്കുന്ന പ്രകൃതിയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വാക്കുകൂടാണല്ലോ ആവാസവ്യൂഹം എന്നുള്ളത്. അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ ഒരു സുപരിചിതത്വം ഉണ്ടാക്കുന്നുണ്ട് ആ പേര്. ആ പേരിന്റെ ആ സുപരിചിതത്വം, ആ ക്യൂരിയോസിറ്റിയും ആ സിനിമയ്ക്ക് ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ സിനിമ കണ്ട് തീരുമ്പോൾ തന്നെ നമുക്ക് തോന്നിപ്പോകും ഈ ആവാസവ്യൂഹം എന്നുള്ള പേരല്ലാതെ മറ്റെന്ത് പേര് ഈ സിനിമയ്ക്ക് നൽകും എന്നുള്ളത്. അത്രയ്ക്കും ആ പേരിനെ, ആ കണ്ടന്റിനെ ഉൾക്കൊള്ളുന്ന ഒരു പേര് തന്നെയാണ് ആവാസവ്യൂഹം എന്നുള്ളത്. ഈ സിനിമ സംസാരിക്കുന്നത് വ്യത്യസ്തമായ ജീവജാലങ്ങളുടെ അതിജീവനത്തെ കുറിച്ചാണ്. മണ്ണ്, ജലം, മത്സ്യസമ്പത്ത്, അങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങൾ ഈ സിനിമ സംസാരിക്കുന്നുണ്ട്. വ്യത്യസ്തമായ വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിലും വളരെ കൃത്യത, ഓരോ വിഷയത്തിലും വളരെ കൃത്യതയോടുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് ആ കഥ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജോയ് എന്നാണ് നമ്മുടെ നായക കഥാപാത്രത്തിൻ്റെ പേര്. രാഹുൽ രാജഗോപാൽ എന്നുള്ളൊരു നടനാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. നമുക്കറിയാം, ഈ കലക്കാച്ചി എന്ന കരിക്കിൻ്റെ വെബ് സീരീസിൽ വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു സീരീസിലൂടെ അദ്ദേഹം സുപരിചിതനായിരിക്കും. വളരെ ഒരു സൂപ്പർ ഹീറോ പരിവേഷമുള്ള കഥാപാത്രത്തെ വളരെ തന്മയത്വത്തോടു കൂടി അദ്ദേഹം അവതരിപ്പിച്ചു എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആ സിനിമയുടെ മുന്നോട്ട് പോക്കിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വളരെ ഒരു എനർജി നൽകുന്നുണ്ട് എന്ന് തന്നെ നമുക്കത് പറയാം. ഒരു സിനിമയിൽ കഥയെ അവതരിപ്പിക്കുമ്പോൾ അതെങ്ങനെ വേണമെങ്കിലും നമുക്ക് അവതരിപ്പിക്കും. അതൊരു മേക്കറിൻ്റെ സ്വാതന്ത്ര്യമാണ്. എങ്ങനെ ആ കഥ പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് സംവിധായകന് തോന്നുന്നു, അത് മേക്കറിന് തോന്നുന്നു, ആ ഒരു രീതിയായിരിക്കും സാധാരണയായിട്ട് അവർ തിരഞ്ഞെടുക്കാറുള്ളത്. ഒരു സാധാരണ നമ്മൾ കണ്ടുവരുന്നത് ഒരു സക്സസ്ഫുൾ പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിൽ തന്നെ സിനിമ എടുത്തു പോകാനാണ്, വളരെ റിസ്ക് കുറഞ്ഞ ആ പാറ്റേണിൽ തന്നെ സിനിമ എടുത്തു പോകാനാണ് അവരെ മേക്കറും ശ്രമിക്കാറ്. എന്നാൽ ഇവിടെ ഈ സിനിമയിൽ സംവിധായകൻ വളരെ വ്യത്യസ്തമായ ഒരു മേക്കിംഗ് സ്റ്റൈലാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. വളരെ സൂക്ഷ്മമായിട്ട് പഠിച്ചു മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ്. അത് നമുക്ക് ഒരു മോക്കുമെൻ്ററി എന്നൊക്കെയാണ് അതിനെ പറയാറുള്ളത്. ഒരു ഡോക്യുമെൻ്ററിക്ക്, ഒരു ഫീച്ചർ ഫിലിമിനും ഇടയിൽ നടത്തുന്ന ഒരു ട്രീറ്റ്മെൻറ്റ്, ആ രീതിയിൽ വേണം നമുക്ക് പറയാൻ. ഒരു നോൺ ലീനിയറായിട്ട് കഥ പറഞ്ഞു പോകുന്ന ഒരു, അതിൻ്റെ തിരക്കഥയെക്കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല. നോൺ ലീനിയറായിട്ട് വളരെ വ്യത്യസ്തമായിട്ട്, എന്നാൽ ഈ പറഞ്ഞ പോലെ ഒരു മോക്കുമെൻ്ററി സ്റ്റൈലിൽ പറഞ്ഞു പോകുന്ന, എന്നാൽ പൂർണ്ണമായിട്ടും ഒരു ഫീച്ചർ ഫിലിം എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ എലമെൻസും ചേർത്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ആവാസവ്യൂഹം. ഒരു ക്വാളിറ്റി സിനിമയുടെ ഘടനയിൽ ഈ സിനിമ മുന്നോട്ട് പോകുമ്പോഴും ആവേശം കൊള്ളിക്കുന്ന താളങ്ങളുണ്ട്, ഹരം കൊള്ളിക്കുന്ന മുഹൂർത്തങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട്. ഒരു കൂട്ടം പ്രേക്ഷകർക്ക് വളരെ സെലിബ്രേറ്റ് ചെയ്ത് കാണാൻ പറ്റുന്ന സിനിമ തന്നെയാണ് ആവാസവ്യൂഹം. എന്നാൽ അതിലൊക്കെ ഉപരി ഈ സിനിമ ഒരുപാട് അക്കാഡമിക്കൽ ചർച്ചകൾക്ക് വഴിതെളിക്കുന്നുണ്ട്. ഇപ്പം ഈ മത്സ്യത്തൊഴിലാളികളുടെ വിഷയം, അതുപോലെ തന്നെ കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റം, ചൂഷണം, നീതി നിഷേധം, പിന്നെ മനുഷ്യനിൽ കാണപ്പെടുന്ന പക, കാമം, ആർത്തി, ഇതുപോലുള്ള വിവിധ വിഷയങ്ങളെക്കുറിച്ച് ഈ സിനിമ സംസാരിക്കുന്നുണ്ട്. ഈ വിവിധ വിഷയങ്ങളിലേക്കുള്ള ഇതിൻ്റെ കയറ്റയിറക്കം അത് വളരെ വ്യത്യസ്തമായിട്ട് തന്നെ, വളരെ മനോഹരമായിട്ട് തന്നെ ഈ സിനിമയിൽ തിരക്കഥാകൃത്തുകൾ അതിനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാതിരിക്കാൻ തരമില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം വിഷ്ണു പ്രഭാകരൻ്റെ സിനിമാറ്റോഗ്രാഫിയാണ്.
നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു വ്യത്യസ്തമായ ഒരു ഫ്രെയിമിംഗ് ആണ് അതിൻ്റെ അകത്തുള്ളത്. നിങ്ങൾ ആ സിനിമ ആദ്യമായിട്ട് സൂക്ഷ്മമായിട്ട് വീക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ സിനിമ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നൊരു ജീവിയുണ്ട്. ആ ജീവിയുടെ കാഴ്ചപ്പാടിൽ നിന്നാണ് അതിൻ്റെ ഓരോ ഫ്രെയിമും അദ്ദേഹം സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ജീവി ഏതാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. നിങ്ങൾക്ക് ആ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എന്നാൽ നിങ്ങൾ ആ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേന് നിങ്ങൾ അതിൻ്റെ ഫ്രെയിമിനെ സൂക്ഷ്മമായിട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. അപ്പോൾ എത്ര ഒരു ഡീപ്പായിട്ട് പഠിച്ചതിന് ശേഷമാണ് അതിൻ്റെ ഓരോ ഫ്രെയിമും അദ്ദേഹം വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ സിനിമയുടെ കഥ പറച്ചിൽ രീതി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കഥാവിശേഷനിലും ഈ കുട്ടിസ്രാങ്കിലും ഒക്കെ കണ്ടിട്ടുള്ള ഒരു കഥ പറച്ചിൽ രീതിയുണ്ട്. ആ ഒരു രീതിയിലാണ് ഈ ആവാസവ്യൂഹത്തിലും കഥ പറഞ്ഞു പോയിട്ടുള്ളതെന്ന് വേണം നമുക്ക് പറയാം. ഓരോരോ ചാപ്റ്റർ, ഓരോ അധ്യായങ്ങളായിട്ടാണ് കഥ പറഞ്ഞു പോയിട്ടുള്ളത്. നമ്മുടെ ഈ ആവാസവ്യൂഹത്തിൻ്റെ ഒരു മിനിയേച്ചർ നമുക്ക് ആ സിനിമയിൽ കാണാം. ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ആ സിനിമയിൽ, ഒരുപാട് കഥാപാത്രങ്ങൾ. ഇപ്പോൾ ചില കഥാപാത്രങ്ങൾ കാരിക്കേച്ചർ സ്വഭാവമുള്ള കഥാപാത്രങ്ങളുണ്ട്, വളരെ ഗൗരവം ഉള്ള കഥാപാത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ തികച്ചും പൂർണ്ണമായിട്ടും സിനിമാറ്റിക് ആയിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഓരോ ക്യാരക്ടറുകളുടെയും പെർഫോമൻസാണ്, ഓരോ ആർട്ടിസ്റ്റുകളുടെയും പെർഫോമൻസുകളാണ്. എനിക്ക് ഒട്ടുമിക്ക എല്ലാവരും പുതുമുഖങ്ങൾ തന്നെയാണ്. അവരുടെയൊക്കെ പെർഫോമൻസ് വളരെ ബ്രില്യൻറ്റ് പെർഫോമൻസ് തന്നെയാണ് എല്ലാവരും നടത്തിയിട്ട്. അതൊരു ആക്ടറിൻ്റെ കഴിവിനേക്കാട്ടും ഉപരി എനിക്ക് തോന്നുന്നത് അതൊരു മേക്കറിൻ്റെ കഴിവ് തന്നെയാണ്. അത്രയ്ക്കും ബ്രില്യൻ്റ് ആയിട്ട് അദ്ദേഹം ഓരോ ക്യാരക്ടറിനെ കൊണ്ടും ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ക്യാരക്ടറിൻ്റെ ഐഡൻറ്റിറ്റി പോവാതെ അദ്ദേഹം ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഞാൻ ഈ സിനിമയെക്കുറിച്ച് ഒരുപാട് പറയാതെ, എൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ഒരുപാട് പറയാത്തത് ആ സിനിമ കാണാനുള്ള നിങ്ങളുടെ ആ ക്യൂരിയോസിറ്റിയും ഇതും കളയാതിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ച് നിങ്ങൾക്ക് ആ സിനിമ കാണാൻ ഒരു ഒരു ത്വര ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തന്നെ സോണിലേക്ക് കയറി ആവാസവ്യൂഹം എന്ന സിനിമ കാണുക. അതിന് ശേഷം നിങ്ങൾ നമ്മുടെ ചാനലിൽ വന്ന് ആ സിനിമയെക്കുറിച്ചും പിന്നെ നമ്മൾ ഈ റിവ്യൂവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.